എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് ശർക്കര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നന്നായി അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചിട്ടതും 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ റവയും, ഒരു നുള്ളു ഉപ്പും, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ട് ഈ പാത്രത്തിലിട്ട് തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം. പിന്നീട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. നല്ലതുപോലെ കനം കുറച്ച് തന്നെ പരത്തി കൊടുക്കാം. ഇതുപോലെ നന്നായി കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഈ സൈസ് എന്തെങ്കിലും ഒരു അടപ്പ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം വലിപ്പമാണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പാത്രം ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്നും മാറ്റി കൊടുത്ത് ബാലൻസ് ഉള്ള മാവും അതേപോലെ തന്നെ കുഴച്ച് വീണ്ടും പരത്തിയെടുക്കാം. ഈ തയ്യാറാക്കിയെടുത്തതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബാലൻസ് ഉള്ള മാവും ഇതേപോലെ നന്നായി കുഴച്ച് നല്ല രീതിയിൽ കനവില്ലാതെ തന്നെ അങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് വീണ്ടും അതേപോലെ അടപ്പ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് ഉള്ള മാവ് വീണ്ടും പരത്തി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് ഇത്രത്തോളം സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നന്നായി ഇത് പൊന്തി വീർത്ത് വരും. ആ സമയമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും അതേപോലെ നന്നായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാലൻസ് ഉള്ളതും കൂടി ഇതേപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല പൂരി പോലെ ഇത് പൊന്തി വരും. വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കോരി മാറ്റാം. ഇനി അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് കളർ മാറി വരും. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി വറുത്ത് കോരിയതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് പ്ലേറ്റ് നിറയെ നമുക്ക് ഈ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.